ഓം ഗും ഗുരുഭ്യോ നമഃ. പ്രണാമം. ശിവപുരാണ മഹാത്മ്യ വർണ്ണനം അധ്യായത്തിന്റെ ചർച്ച മുന്നോട്ടു പോകുന്നു. അത് ഇപ്രകാരമാകുന്നു. വേദതുല്യമായ ഈ പുരാണം ശിവൻ തന്നെയാണ് ആദ്യം ആവിഷ്കരിച്ചത്. ആ കൽപ്പത്തിൽ അതിനു 12 സംഹിതകൾ ഉണ്ടായിരുന്നു. അത് ഇപ്രകാരമാണ്: വിദ്വേശ്വര സംഹിത, രുദ്രസംഹിത, വിനായക സംഹിത, ഉമാസംഹിത, മാതൃസംഹിത, ഏകാദശ രുദ്രസംഹിത, കൈലാസസംഹിത, ശതരുദ്രസംഹിത, കോടിരുദ്രസംഹിത, സഹസ്രകോടിരുദ്രസംഹിത, വയവീയസംഹിത, ധർമ്മസംഹിത എന്ന ക്രമത്തിൽ ആണ് ഉള്ളത്. ഈ 12 സംഹിതയിലും കൂടി ആകെ 1,00,000 ശ്ലോകസംഖ്യകൾ ആണ് ഉള്ളത്. അതിനെ കൃഷ്ണായന മഹർഷി ദ്വാപരത്തിന്റെ ആധിയിൽ 7 സംഹിതയിലായി ചുരുക്കി 24,000 ശ്ലോകങ്ങളാക്കി. പൂർണ്ണ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈ പുരാണം 1 കോടി സംഖ്യയായിരുന്നു. അത് ഭഗവാൻ ശിവനാൽ തന്നെ വിരചിതമായതാണ്. ഇപ്രകാരം മഹർഷി അതിനെ വിദ്വേശ്വര സംഹിത, രുദ്രസംഹിത, ശതരുദ്രസംഹിത, കോടിരുദ്രസംഹിത, ഉമാസംഹിത, കൈലാസസംഹിത, വയവീയ സംഹിത എന്നീ ക്രമത്തിലാണ് 7ആയി ചുരുക്കിയത്. അങ്ങനെ ഇത് സപ്തസംഹിതകളായി മാറി. ആയതിനാൽ ഈ പുരാണം വേദാദികളിൽ ഏറ്റവും മുഖ്യവും പരാഗുണം നൽകുന്നതും പഠിക്കുന്നവനും കേൾക്കുന്നവനും ശ്രേഷ്ഠപദം ലഭ്യമാക്കുന്നതും ആണ്. അധ്യായം 2 ശിവപുരാണ മഹാത്മ്യ വർണ്ണനം എന്ന അധ്യായം സമാപിച്ചിരിക്കുന്നു. അടുത്ത ദിവസം 3-ാം അധ്യായത്തെക്കുറിച്ച് ചർച്ചകൾ മുന്നോട്ടു പോകാം. ഓം ഗും ഗുരുഭ്യോ